ഹായ്, ഞാൻ മാളു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളിത് എങ്ങോട്ടേക്കാണ് ഇങ്ങനെ ഒരുങ്ങിയിട്ട് പോകുന്നതെന്ന്. ഞാൻ പറയാം. മാസത്തിലൊരു തവണ ഞങ്ങൾ പട്ടാളക്കാരുടെ ഭാര്യമാർക്ക് ഇങ്ങനെ ഒന്ന് അണിഞ്ഞൊരുങ്ങി പോകാനുള്ള അവസരം കിട്ടാറുണ്ട്. ഈ മാസത്തെ അവസരമാണ് ഇന്ന്. ഇത് ശരിക്കും ഡിസംബർ ലാസ്റ്റ് നടന്നൊരു പരിപാടിയാണ്. പക്ഷേ ഇപ്പോഴാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കറക്റ്റ് ടൈം എനിക്ക് കിട്ടിയത്. എൻ്റെ ഒരുക്കങ്ങളൊക്കെ ഒരുവിധം കഴിയുമ്പോഴേക്ക് ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടിയുടെ ഹോണടി കേൾക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. കൂടാതെ പരിപാടി വൈകിട്ടാണ് നടക്കുന്നതും. അതുകൊണ്ട് തന്നെ ഒരു സെറ്ററും ഞാൻ എൻ്റെ ബാഗിൽ കരുതി. ഞാനെന്തേ എൻ്റെ മോളെ കൂട്ടാത്തതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഈ പരിപാടിക്ക് കുട്ടികൾ അലൗഡല്ല. 1 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കൊണ്ടുപോവാം. അതുകൊണ്ട് തന്നെ ഈ പരിപാടി നടക്കുന്ന സമയം ഫാമിലി മെമ്പറായിട്ടുള്ള പട്ടാളക്കാർക്ക് അവരെ മക്കളെ നോക്കലാണ് ഡ്യൂട്ടി. അങ്ങനെ മോളെ ഞാൻ അർജുൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ക്വാർട്ടറിൽ നിന്ന് ഇറങ്ങി. ഞാൻ ബസ്സിൻ്റെ അടുത്തേക്ക് നടന്നു. ഞാനായിരുന്നു ബസ്സിൽ ആദ്യം കയറിയത്. മറ്റുള്ള രീതികളൊക്കെ വരുന്നേ ഉള്ളൂ. 2 ബസ്സുണ്ട്. ഒന്ന് കുറച്ച് മുന്നിലായിട്ടുള്ളത്. അതിൽ മൊത്തം ആൾക്കാരായി തോന്നുന്നു. അങ്ങനെ ബാക്കിയുള്ള ദീദിമാരൊക്കെ എത്തി 3:45 വണ്ടി പോകാൻ തുടങ്ങി. അപ്പോഴേക്കും തന്നെ വണ്ടി മൊത്തം നിറഞ്ഞിന്. ആൾക്കാർ ഫുള്ളായി. 2-3 മിനിറ്റ് ദൂരെ അങ്ങോട്ടേക്കുള്ളൂ. പിന്നെ ഞങ്ങൾ മലയാളീസ് 7 ഫാമിലീസ് ഉണ്ട്. 2-3 ഫാമിലീസ് ഇപ്പോൾ ലീവാണ്. ബാക്കിയുള്ളവരൊക്കെ മറ്റേ ബസ്സിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയിൽ മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പരിപാടിയുടെ അവിടെ എത്തി. അപ്പോഴേക്കും മറ്റേ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ ചേച്ചിമാർ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരുടെ അടുത്ത് പോയി നമ്മളൊന്നിച്ചിട്ട് പ്രോഗ്രാമിൻ്റെ ഹാളിലേക്ക് കയറി. പൊതുവേ ഇവിടുത്തെ ഓഡിറ്റോറിയത്തിലാണ് പ്രോഗ്രാം നടക്കാറ്. പക്ഷേ അവിടെ വേറെ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ ഈ ഹാളിൽ നടക്കും. അങ്ങനെ ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ചിരുന്നു. ഈ പ്രോഗ്രാമിൽ ഉണ്ടാകുന്നത് കുറച്ച് ഗെയിംസ്, അതുപോലെ പുതുതായി വന്ന ഫാമിലീസിനെ വെൽക്കമിങ്, അതുപോലെ പോസ്റ്റിംഗ് ഔട്ടും പെൻഷൻ ഔട്ടും ഒക്കെ ആവുന്ന പട്ടാളക്കാരുടെ ഭാര്യമാർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കലൊക്കെയാണ്. ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ടായത് തമ്പോല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിം കളിച്ചുകൊണ്ടാണ്. ഏകദേശം നമ്മുടെ ബിങ്കോ ഗെയിമിൻ്റെ ഒക്കെ പോലുള്ളൊരു ഗെയിമാണ്. ജയിച്ചവർക്കൊക്കെ പ്രൈസൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ വേറെ ഉണ്ടായൊരു ഗെയിം എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി അതിങ്ങനെ മുറിയാണ്ട് ഏറ്റവും നീളത്തിൽ ആരാണോ തൊലി കളയുന്നത് അതാണ് ഗെയിം. അതിനും പ്രൈസ് ഉണ്ട്. അത് 2-3 റൗണ്ടായിട്ട് നടത്തിയിട്ടുണ്ടതിന്. അങ്ങനെ അതിൽ ജയിച്ചവർക്കൊക്കെ സമ്മാനം കൊടുത്തു. പിന്നെ ഉണ്ടായൊരു ഗെയിം എന്ന് പറയുന്നത് സ്ക്രീനിൽ ഒരു വീഡിയോ കാണിക്കും, ഒരു സോങ്ങിൻ്റെ വീഡിയോ. അതിൽ അവർ പ്ലേ ചെയ്യുന്ന സോങ് എന്ന് പറയുന്നത് വേറെയാണ്. അപ്പോൾ ഒറിജിനൽ സോങ് ഏതാണെന്ന് കണ്ടുപിടിക്കലാണ് ഗെയിം. പിന്നെ എല്ലാ പാട്ടും ഹിന്ദിയിലായതുകൊണ്ട് അതിലൊന്നും നമുക്കൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് അവർ എന്തെല്ലോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ പെൻഷൻ ഔട്ടും പോസ്റ്റിംഗ് ഔട്ടൊക്കെ കുറച്ചധികം തന്നെ ഉണ്ടായതുകൊണ്ട് അവർക്കൊക്കെയുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്ക് ഏകദേശം 2-2.5 മണിക്കൂർ നീണ്ട പ്രോഗ്രാം കഴിഞ്ഞു. ഇനി ടീ ടൈമാണ്. പുറത്ത് നല്ല ചായയും കുറച്ച് സ്നാക്സൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിൽ ഓരോ പ്ലേറ്റ് ഞങ്ങളും എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി. ഇതിലാകെ ഞാൻ കഴിച്ചത് ബിസ്ക്കറ്റും ഗുലാബ് ജാമുമാണ്. മറ്റേത് എന്താ സാധനം പോലും എനിക്കറിയില്ല. ഇവരാണ് എൻ്റെ മലയാളി ഫ്രണ്ട്സുകൾ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കഴിച്ച് വണ്ടി ലക്ഷ്യാക്കിയിട്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. എന്തൊക്കെയായാലും ഈ പ്രോഗ്രാം ഒരു രസം തന്നെയാണ്. കുറച്ച് നേരം എല്ലാവരും കൂടിയുള്ള ഒരു ഒത്തുകൂടലും സംസാരവും കളിയും ചിരിയും നല്ലൊരു എൻജോയ്മെൻറ്റ് തന്നെയാണ്. ഇനി ഈ എൻജോയ്മെൻറ്റ് കിട്ടണമെങ്കിൽ അടുത്ത മാസം വരെ കാത്തിക്കണം.